ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറെ ബ്രസീലിൻ്റെ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഇപ്പോൾ ബ്രസീലിൽ വലിയ രൂപത്തിൽ ശക്തമാവുകയാണ്. എന്നാൽ കാർലോ ആഞ്ചലോട്ടി ഇതിനൊന്നും വഴങ്ങാനുള്ള ഒരുക്കത്തിലല്ല. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ട്. ഈ ക്യാമ്പയിനൊക്കെ അതല്ലെങ്കിൽ നെയ്മർക്ക് വേണ്ടിയുള്ള മുറവിളിയൊക്കെ താൻ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. തനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ തനിക്ക് തൻ്റെതായ ഒരു അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഉണ്ട് എന്ന ഒരു നിലപാട് കൂടി കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉണ്ടായിരിക്കാൻ എല്ലാ താരങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നെയ്മർ തൻ്റെ ഐഡോളാണ്, നെയ്മർ ബ്രസീലിൽ ഉണ്ടായിരിക്കണം, എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് വിനി ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇതേക്കുറിച്ച് പക്ഷപാതപരമായാണ് സംസാരിക്കാറുള്ളത്. നെയ്മർ ജൂനിയർ എൻ്റെ ഐഡോളുകളിൽ ഒരാളാണ്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ആവശ്യമായ 100% കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇനി തീരുമാനം അത് പരിശീലകന്റെ കൈകളിലാണ്. പക്ഷേ താരങ്ങൾ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച താരത്തോടൊപ്പം കളിക്കണം എന്നാണ്. ഇതാണ് വിനീഷ്യസ് ജൂനിയർ പറയുന്നത്. ഏറ്റവും മികച്ച താരം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് നെയ്മർ ജൂനിയറെ തന്നെയാണ്. ഏതായാലും പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവുക. വേൾഡ് കപ്പിന് മുന്നേ കുറച്ചധികം മത്സരങ്ങൾ നെയ്മർക്ക് കളിക്കേണ്ടതുണ്ട്. ആ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുക, പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കുക. എന്നാൽ തീർച്ചയായും നെയ്മർക്ക് ബ്രസീലിയൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.